എനിക്ക് മറ്റൊരു സുപ്രീം കോടതിയുടെ വിധി അഡ്വക്കേറ്റ് ഹൈക്കോടതിയിലെ അലക്സ് കെ ജോൺ അയച്ചെറിയുണ്ടായി. നിർബന്ധമായി നോട്ടീസ് കൊടുത്തിട്ട് അറസ്റ്റ് ചെയ്യണം. എന്റെ കേസിൽ നോട്ടീസ് തന്നില്ലെന്ന് മാത്രമല്ല, നോട്ടീസ് തന്നു എന്ന് കോടതിയിൽ കള്ളം പറയുകയും ചെയ്തു. നമ്മളൊക്കെ കോടതിയെ കാണുന്നത് എന്താ? കോടതി എന്ന് പറഞ്ഞാൽ നീതിയാണ്, അല്ലെങ്കിൽ കോടതി എന്ന് പറഞ്ഞാൽ അവിടെ പോലീസും പ്രോസിക്യൂഷനും എന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയാൽ അതിന് അവസാനമില്ല. അവിടെയാണ് പോലീസുകാർ പലപ്പോഴും ചട്ടുകങ്ങളായി പ്രവർത്തിക്കുകയോ പോലീസുകാർ പലപ്പോഴും രാഷ്ട്രീയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിലെ 1-ാം പരാതിക്കാരിയും 3-ാം പരാതിക്കാരിയും വിവാഹിതരാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഈ വിവാഹിതരായ വ്യക്തികൾ കൊടുക്കുന്ന പരാതി നിലനിൽക്കില്ല എന്ന് കഴിഞ്ഞ നവംബർ 24-അടക്കം സ്മധാൻ വേഴ്സസ് സീതാറാം മനോഹെ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ഈ കേസിലടക്കം വിധിയുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി ഒന്നുകൂടെ റീട്രേറ്റ് ചെയ്തതാണ്. ഇത് പോലീസുകാർക്കും പ്രോസിക്യൂഷനും അറിയാത്തതാണോ? പോലീസുകാർക്കും പ്രോസിക്യൂഷനും അറിയാഞ്ഞിട്ടാണോ അവർ ഈ കേസ് എടുക്കുന്നത്? പകരം രാഷ്ട്രീയപരമായ, അതായത് കോർട്ട് ഹാസ്, അതിലെ പാരാഗ്രാഫ് 9 ആണ്, കൃത്യമായി ഞാൻ വായിക്കാം. This court has on numerous occasions taken note of the disquieting tendency wherein failed or broken relationship, തകർന്ന ബന്ധങ്ങൾ are given color of criminality. And again in para 30, court quoted its earlier judgment, Prashant versus State of NCT, in which the above observation was reiterated. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ അടക്കം പ്രായോഗികമാകുന്ന, ആപ്ലിക്കബിൾ ആവുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ബന്ധങ്ങൾ തകരുമ്പോൾ, ഫെയിൽഡ് ആൻഡ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിന് ക്രിമിനാലിറ്റിയുടെ ഒരു നിറം നൽകും. അതല്ലേ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ കണ്ടത്? അതല്ലേ പലരുടെയും കേസിൽ നമ്മൾ കണ്ടത്? അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും വിനയത്തോടെ, ഞാൻ ആരെയും നെഗറ്റീവായി പറയാനല്ല, പോസിറ്റീവായി ചോദിച്ചോട്ടെ, പീഡിപ്പിച്ച വ്യക്തിക്ക് ഗോട്ട് മിൽക്കും ഷാമ്പുവും ചെരുപ്പും ഒക്കെ ഏതെങ്കിലും സ്ത്രീ മേടിച്ചു കൊടുക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക അവരുടെ ഫേസ്ബുക്കിൽ കോടതിയിലുള്ള തെളിവുകൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആ മാധ്യമ പ്രവർത്തകർ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാൻ ബഹുമാനമാണ്. അവരതിലെ ഒരു ഡേറ്റ് മാത്രം മറച്ചു വെച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ ഡേറ്റിലെ മാസം മറച്ചു വെച്ചു. ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് ആരോപിക്കുന്നതിന് ശേഷം 6 ദിവസം കഴിഞ്ഞുള്ള ഡേറ്റാണ്. 10,000 രൂപ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് അയച്ചു കൊടുത്ത ദിവസമാണ്. അതായത് ഒരു പ്രത്യേക ഡേറ്റിന് ശേഷം ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസത്തിന് ശേഷം 6 ദിവസം കഴിഞ്ഞാണ് ഈ ഡേറ്റ്. ആ ഡേറ്റ് മാത്രം മറച്ചു വെച്ചാണ് സ്ക്രീൻഷോട്ട്സ് ഇട്ടത്. പീഡിപ്പിച്ചൊരു വ്യക്തിക്ക് 6 ദിവസത്തിന് ശേഷം അങ്ങോട്ട് ആരെങ്കിലും 10,000 രൂപ അയച്ചു കൊടുക്കും? ബലാത്സംഗം ചെയ്തു തുപ്പി മുഖത്തടിച്ചു പറയുന്ന കഥകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ബലാത്സംഗം ചെയ്തു തുപ്പി മുഖത്തടിച്ചു ഉപദ്രവിച്ചു. പിന്നെ ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, വളരെ വിനയത്തോടെ ചോദിച്ചോട്ടെ, ഒരു ശാസ്ത്രീയ ഭ്രൂണം കയ്യിലുണ്ടെന്നായിരുന്നല്ലോ ആദ്യം പറഞ്ഞു തോന്നുന്നു. ഓർമ്മയില്ലേ ആദ്യ ദിവസം വന്ന വാർത്തകൾ? ആ ഭ്രൂണം എവിടെ? ആദ്യ ദിവസം വന്ന വാർത്തകളിൽ പഴയ കേസ് പോലെയൊന്നുമല്ല, ശാസ്ത്രീയമായ ഭ്രൂണം കയ്യിലിരിപ്പുണ്ട്. ഞാനെല്ലാം അത്ഭുതപ്പെട്ടു, അതെങ്ങനെയാണ് ഉണ്ടാകുക? ഇപ്പൊ മാസങ്ങൾക്കോ വർഷങ്ങൾക്ക് ശേഷം നടന്നത് അതൊക്കെ എവിടെ? ശരിക്കും നിങ്ങൾ മീഡിയക്കാരെ പോലീസുകാരും പരാതിക്കാരും ചേർന്ന് പറ്റിക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സിൽ സ്ത്രീകളോടുള്ള നാച്ചുറലി തോന്നുന്ന അനുഭാവം, സ്നേഹം, ആദരവ്, ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ രീതിയിൽ വാർത്ത വന്നാൽ മീഡിയക്കാർ പോലും ക്രോസ് ചെക്ക് ചെയ്യാതെ കൊടുക്കും എന്നുള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിൽ നിറം പിടിപ്പിച്ച കഥകൾ പറയുന്നത്. പഴയതുപോലെയല്ല, ശാസ്ത്രീയമായ ഭ്രൂണം കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കള്ളമായിരുന്നു. ആലോചിച്ച് നോക്കുക, എന്തൊക്കെ കള്ളമായിരുന്നു. എന്നിട്ട് ആദ്യ പരാതിക്കാരി അതിജീവിതയല്ല, കാര്യം അവർ വിവാഹിതയാണ്, കോടതി വിധിയുണ്ട്, അവരുടെ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് പറഞ്ഞ് എനിക്ക് പോലീസുകാർ ഈ തിങ്കളാഴ്ച വീണ്ടും എന്റെ കേസ് വരികയാണ്, എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് പോയിരിക്കുകയാണ്. എന്തിനാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞ അതേ കാര്യം മലയാളത്തിൽ പറഞ്ഞത്. സുപ്രീം കോടതിയുടെ അല്ല, നമ്മുടെ സെഷൻസ് കോടതിയുടെ വിധി ഇംഗ്ലീഷിലാണ്, ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒരു പക്ഷേ ഇംഗ്ലീഷിലായിരിക്കാം, മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്തയാണ് കേട്ടുള്ളൂ. ഇതേ കാര്യം മലയാളത്തിൽ പറഞ്ഞതിന് എനിക്ക് എന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് ഈ തിങ്കളാഴ്ച വീണ്ടും കേസ് വരിക. കോടതിയുടെ വിധിയാണ് ഞാൻ പറഞ്ഞത്. അതായത് കോടതി വിധിന്യായത്തിൽ, ഇവിടുത്തെ സെഷൻസ് കോടതി നസീറ മാഡത്തിന്റെ വിധിന്യായത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്, ഈ അവസരത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതിയുടെ വിധിയാണ്. ഈ കോടതിയുടെ വിധി മലയാളത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് എനിക്കെതിരെ പോയിരിക്കുന്നത്. കാര്യം എന്റെ ജാമ്യം റദ്ദാക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മനഃപൂർവ്വം കപട സ്ത്രീപക്ഷമായി ഭാവിച്ചുകൊണ്ട് പുരുഷന്മാരെ വേട്ടയാടുന്നതാണ്. ഞാൻ ശരിക്കും വലിയൊരു കാര്യമാണ് സാറിനോട് പറഞ്ഞപ്പോൾ, സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ക്രക്സ് മനസ്സിലായത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പലതവണയായിട്ട് റീട്രേറ്റ് ചെയ്തു. ഞാനിപ്പോൾ ലൈവിലോ കയറി നോക്കിയാൽ സുപ്രീം കോടതി അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പലതവണയായിട്ട് ഇത് പറയുകയാണ്, വി ആർ റീട്രേറ്റിംഗ് ദാറ്റ് ഇത് ഒരു കാരണവശാലും ബ്രോക്കൺ മാരേജസിൽ ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രോക്കൺ റിലേഷൻഷിപ്പ് കൊടുക്കാൻ പാടില്ല. 2, ശ്രദ്ധിക്കുക, വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിക്കുക, പരാതി കൊടുക്കാൻ കഴിയില്ല. ആ പരാതിയുടെ ബേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 18 ദിവസം ജയിലിൽ കിടന്നത്.
അങ്ങനെ പരാതി കൊടുത്തവരെ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് ഞാൻ 16 ദിവസം ജയിലിൽ കിടന്നത്. ആ പരാതിയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മാധ്യമങ്ങളുടെ ഒരു വിഭാഗമെങ്കിലും ഇത്രയും നിശിതമായി ആക്രമിച്ചതും വിമർശിച്ചതും. ഓർക്കുക, ഞങ്ങൾ പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും പക്ഷേ ഇത് വാർത്ത കണ്ടു കാണും, പ്രമുഖമായിട്ട് എല്ലാ ചാനലും കൊടുക്കുന്നു, പരാതി കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പരാതി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം പോലീസിന് അറിയില്ലായിരുന്നു, ഇത് പ്രോസിക്യൂട്ടറിന് അറിയില്ലായിരുന്നു, ഇത് നിയമ സംവിധാനത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ ആടിനെ വേട്ടയാടാൻ കിട്ടുന്ന എല്ലാ അവസരവും ഇവിടുത്തെ പോലീസും ഒരു വിഭാഗം മാധ്യമങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാം. എനിക്ക് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓളിൽ ഏറ്റവും സന്തോഷം, ഞങ്ങളൊക്കെ കുറെ കൂടെ സാധാരണക്കാരുടെ ലാംഗ്വേജിൽ പറയാം, നമുക്കൊന്നും ആ രീതിയിൽ നിയമപരിജ്ഞാനമില്ല. സാർ അടക്കമുള്ള ആൾക്കാർ, ജയന്തൻ സാർ അടക്കമുള്ള ആൾക്കാർ, ഡോക്ടർ രമ മാഡം ഉള്ള ആൾക്കാർ, ഇവർക്കൊന്നും ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഇവർ ഈ പോരാട്ടത്തിൽ ഇറങ്ങുന്നത്. ഇവരുടെ ഒന്നും ജീവിതത്തിലൊന്നും നഷ്ടപ്പെട്ടിട്ടല്ല, പകരം നാട്ടിൽ അത്രമാത്രം അനീതി നടക്കുന്നു എന്ന തിരിച്ചറിവിൽ മാസങ്ങൾ എടുത്താണ് ഇതൊക്കെ ക്രോഡീകരിച്ചത്. സാർ 2 years 2 വർഷങ്ങൾ എടുത്താണ് ഇവർ ഇത് ക്രോഡീകരിക്കുന്നത്. ഓൾമോസ്റ്റ് 2 years ആയിട്ട് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് ഇത് ഫുൾ ഡോക്യുമെന്റ്. കാര്യം പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് അത് അവതരിപ്പിക്കുമ്പോൾ അത്രയും സാങ്ക്ടിറ്റി വേണമല്ലോ. താഴത്തെ തട്ടിലൊക്കെ കൊടുക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് അവതരിപ്പിച്ച മാഡത്തിന് എല്ലാ സ്റ്റേറ്റ്സിന്റെ ജഡ്ജ്മെന്റുകൾ ഇങ്ങനെയുള്ള കേസുകളിലെ ജഡ്ജ്മെന്റുകളൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് കൊടുത്തിട്ട് എന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരാം. പ്രധാനമന്ത്രിക്ക് കൊടുത്ത ആ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് ഇത്. ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുമെന്നുള്ളതാണ് വിശ്വാസം. പ്രധാനമന്ത്രി അടക്കം രാജ്യത്തിന്റെ ഏറ്റവും തലവനായ, അതായത് നമ്മുടെ പൊസിഷൻ വൈസ് ഏറ്റവും ടോപ്പായ ഒരു വ്യക്തിയും സുപ്രീം കോടതിയിലും എല്ലാം ഇത് ശ്രദ്ധയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ ഒന്നോ ചോദ്യങ്ങളുണ്ടെങ്കിൽ നിയമപരമായ ഒരു കാര്യവും കൂടെ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലടക്കം പോലീസ് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ റിമാൻഡ് റിപ്പോർട്ടിലും എഴുതി പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്: പ്രതിയെ ചോദ്യം ചെയ്തു, പ്രതി കുറ്റം സമ്മതിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നത് പ്രതി അറസ്റ്റ് ഡോക്യുമെന്റ്സ് ഒന്നും ഒപ്പിട്ടില്ല. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കൺഫെഷൻ ബിഫോർ എ പോലീസ് ഒഫീഷ്യൽ is not admissible as evidence in a court of law. അത് ചവറ്റുകുട്ടയിലിടുന്നു കോടതി ചെന്ന്. 183 BNSS പഴയ CRPC 164 അത് സ്റ്റേറ്റ്മെന്റ് ബിഫോർ എ മജിസ്ട്രേറ്റ് ആണ്. പ്രതി കുറ്റം, എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, പ്രതി കുറ്റം സമ്മതിച്ചെന്ന് ഏതെങ്കിലും പോലീസുകാർ ചോദിച്ചാൽ ആ പ്രതിയുടെ 183 മജിസ്ട്രേറ്റിന്റെ മുമ്പിലുള്ള 183 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചോദിക്കണം. അത് മാത്രമേ കോടതി സ്വീകരിക്കൂ. ആ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസുകാർ കാണില്ല. മജിസ്ട്രേറ്റ് ആദ്യം ചോദിക്കുന്നത് നിങ്ങളെ പോലീസുകാർ ഭീഷണിപ്പെടുത്തിയുള്ളതാണ്. ഇത് വോളണ്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അഡ്വേഴ്സ് ഇൻഫറൻസ് പബ്ലിക് മൈൻഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ ദിലീപിന്റെ കേസിലടക്കം ദിലീപ് കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് പോലീസ് ചെയ്യുന്നത്. ഒരാളെ ഇന്ററോഗേറ്റ് ചെയ്യുന്നത് CCTV ക്യാമറയുടെ മുമ്പിൽ വെച്ച് വേണമെന്നാണ്. രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോയത് പോലീസ് ട്രെയിനിങ് കോളേജിലാണ്. എന്നിട്ട് CCTV ക്യാമറ ഇല്ലാത്ത പോലീസ് ട്രെയിനിങ് കോളേജിൽ ഒരു ചെറുപ്പക്കാരിയായ രാഹുൽ ഈശ്വറിന്റെ വൈഫ് ദീപ ഈശ്വറിനെ വിളിച്ചു വരുത്തി, വിച്ച് ഇസ് ഹൈലി ഇല്ലീഗൽ. സൺസെറ്റ് കഴിഞ്ഞൊരു സ്ത്രീയെ വിളിച്ചു വരുത്താൻ പാടില്ല ബിഫോർ സൺറൈസ്. അപ്പോൾ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാത്തത് കൊണ്ട് പോലീസ് കാണിക്കുന്ന തോന്നിവാസമാണ്. ഇപ്പൊ സുപ്രീം കോടതി 7 വർഷത്തിന്റെ, അത് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ജഡ്ജ്മെന്റ് 2014, അത് ഡൗറി ഹറാസ്മെന്റ് 498A, ഇപ്പം 85 BNS, ആ കേസിൽ വന്ന വിധിന്യായമാണ്. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത് 7 വർഷത്തിന് മുകളിൽ ശിക്ഷ, 7 വർഷം വരെ ആണെങ്കിലും പാടില്ല. 7 വർഷത്തിന് മുകളിൽ ശിക്ഷയില്ലാത്ത ഒരു കേസിലും BNSS 35(3) നോട്ടീസ് പഴയ 41A CRPC സെർവ് ചെയ്യാതെ നിങ്ങൾ വിളിച്ചു വരുത്താൻ പാടില്ല. സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടണം. അല്ലെങ്കിൽ ചില എക്സെപ്ഷണൽ കേസ് സുപ്രീം കോടതി കൊടുത്ത ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അങ്ങനെ മാത്രമേ റിമാൻഡ് ചെയ്യാവൂ. ഈ രാഹുൽ ഈശ്വറിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് അതിന് വിഷ്വൽ എവിഡൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നത് ഒരു പോലീസുകാരൻ കാറിൽ കൂടെ കയറി സ്വന്തം കാർ ഓടിക്കാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ്റെ ഉത്തരവനുസരിച്ച് ഹീസ് ഇൻ ഇല്ലീഗൽ കസ്റ്റഡി. അപ്പോൾ ഇദ്ദേഹം കോടതിയിൽ പോയാൽ കണ്ടംപ്റ്റ് ഫയൽ ചെയ്താൽ ആ പോലീസുകാരുടെ ജോലിയെ വരെ അത് ബാധിക്കുമെന്നും കൂടെ നിങ്ങൾ ഇത് പോലീസുകാരോട് ചോദിക്കണം. ഇനിയുള്ള കേസുകൾ
ആളുകളെ പോലീസുകാർ ഇല്ലീഗലായിട്ട് കസ്റ്റഡിയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ വെച്ചൊരു അറസ്റ്റ് മെമ്മോ 35 BNS അനുസരിച്ച് അറസ്റ്റ് മെമ്മോ തയ്യാറാക്കി. ദാറ്റ് അറസ്റ്റ് ഇസ് പെർഫെക്റ്റ്ലി വാലിഡ്. പക്ഷേ ഇന്ത്യൻ സുപ്രീം കോടതി DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ 1997 ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് വകവയ്ക്കില്ല എന്നുള്ള പോലീസിന്റെ ധാർഷ്ട്യമാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വെച്ച് പത്തനംതിട്ട കൊണ്ട് ഈ അറസ്റ്റ് മെമ്മോ ഒപ്പിടാൻ പറഞ്ഞാൽ ഹീ ഈസ് നോട്ട് ലീഗലി ബൗണ്ട് ടു സൈൻ.